തിരുവനന്തപുരം കോർപ്പറേഷനിലെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസിൽ വീഴ്ച വരുത്തിയ ഇൻസ്പെക്ടറിനെതിരെ നടപടി. ഇൻസ്പെക്ടർ ബിജുവിനെ വിജിലൻസിൽ നിന്ന് പോലീസിലേക്ക് തിരിച്ചയച്ചു. അറസ്റ്റ് നടപടിയിലെ വീഴ്ച വിജിലൻസിന് പേരുദോഷമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, എന്ത് നടപടിയാണ് എടുക്കുന്നത്? ആര്യ, സമീപകാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന വലിയ തട്ടിപ്പായിരുന്നു SC/ST ഫണ്ട് തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ആണ് അന്വേഷണം നടത്തിയിരുന്നത്. ഇതിൽ വിജിലൻസ് നിർണായകമായൊരു നീക്കം കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന 14 പേരെ ഒരു ദിവസം വിജിലൻസ് ഒരുമിച്ച് അറസ്റ്റ് ചെയ്തു. അത് വിജിലൻസിന്റെ വലിയ നേട്ടം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയും കഴിഞ്ഞ് കോടതിയിലെത്തിയപ്പോഴേക്കും ഈ 14 പേർക്കും അപ്പോൾ തന്നെ കോടതി ജാമ്യം നൽകി. അതിൽ കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ 14 പേരെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് നടപടിയെടുത്തിരിക്കുന്നത്. വിജിലൻസ് ഇൻസ്പെക്ടർ ബിജുവിനെയാണ് ഇപ്പോൾ വിജിലൻസിൽ നിന്ന് തിരികെ പോലീസിലേക്ക് തിരിച്ച് അയച്ചിരിക്കുന്നത്. ഇതിന് കാരണം വിജിലൻസിന്റെ വലിയൊരു അന്വേഷണം, ആ അന്വേഷണത്തിന് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ നടപടികളിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. ഈ വീഴ്ച വരുത്തി എന്ന് പറയുന്നത് സാങ്കേതികമായി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പ്രാഥമിക നടപടിക്രമങ്ങളിൽ തന്നെ വീഴ്ച വരുത്തിയെന്നാണ് ഈ ഇൻസ്പെക്ടർക്കെതിരെയുള്ള ആരോപണം. അതായത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എന്തിനാണ് തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാരണം ആ സമയം ബോധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത സമയവും ഈ കാരണം ബോധിപ്പിച്ച സമയവും ഒരുപാട് അന്തരമുണ്ട്. അതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അപ്പോൾ തന്നെ ജാമ്യവും നൽകിയത്. ഏതായാലും ഈ SC/ST ഫണ്ട് തട്ടിപ്പ് ഏതാണ്ട് 3 കോടി രൂപയോളം വരുന്ന തട്ടിപ്പ് കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി വിജിലൻസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനൊടുവിലാണ് ഈ 14 പേരെയും, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെന്ന് സംശയിക്കുന്ന 14 പേരെയും അറസ്റ്റ് ചെയ്തത്. പക്ഷേ അവർക്ക് ജാമ്യം കിട്ടിയതോടെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള നടപടികൾക്ക് അവർക്ക് പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വിജിലൻസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്പെക്ടറെ തിരിച്ച് പോലീസിലേക്ക് വീണ്ടും തിരിച്ചയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ആര്യ, ശരി. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.